ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഷേക്കാണ്. ക്യാരറ്റ് കൊണ്ട് എങ്ങനെ നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്യാരറ്റ് കുക്കറിലിട്ട് പുഴുങ്ങിയെടുത്തതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, പുഴുങ്ങിയെടുത്താണ്, പുക പോകുന്നുണ്ടില്ല. ഞാനിപ്പോൾ പുഴുങ്ങിയെടുത്തതാണ്. ഇനി നമുക്കിത് പാല് കൂട്ടി നമുക്കിത് അടിച്ചെടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് റെസിപ്പി എന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം ക്യാരറ്റ് എടുക്കുക. ക്യാരറ്റ് എടുത്ത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം കുക്കറിലിട്ടാണ്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് പാലും പഞ്ചസാര ഇട്ട് വേണമെങ്കിൽ 2-3 ഏലക്കായ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. സംഭവം സിമ്പിളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇനി ഇത് ജാറിലേക്ക് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. നമുക്ക് പാല് ഒഴിച്ച് കൊടുക്കാം. പാല് കട്ടയായിട്ടുണ്ട്, ഫ്രീസറിൽ വെച്ചുകൊണ്ട് ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് പാക്കറ്റ് പൊട്ടിക്കണം. ഞാനത് കട്ടയാണ്. നമുക്ക് ഈ കട്ട ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പാൽക്കട്ടയാണ്, പാൽക്കട്ട. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒരു 3 സ്പൂണൊക്കെ മതി. ഒരു 3-4 സ്പൂൺ ഞാൻ ഇട്ടിട്ടുള്ളൂ. നമുക്കില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. നല്ല കൂടുതൽ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ്. തണുത്ത വെള്ളമാണ്. ഓക്കെ, നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഒന്ന് കഴിച്ചിട്ട് ഇതിന്റെ അഭിപ്രായം നോക്കാം. അപ്പൊ ആദ്യം മോളൂസ് കുടിക്കട്ടെ, എന്നിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം എന്താ നോക്കട്ടെ. എന്നിട്ട് നമുക്ക് കുടിക്കാം. അപ്പൊ നമുക്ക് കുടിച്ചു നോക്കാം, രസമുണ്ടോ മധുരമുണ്ടോ എന്താ. മധുരം കുറച്ച് കുറവാണ്. മധുരം നമ്മൾ കുറച്ച് ഇട്ടാൽ മതി, പ്രശ്നമൊന്നുമില്ല. വേറെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് തന്നെയാണ് ക്യാരറ്റ് ജ്യൂസ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ മാത്രമേ എനിക്കതിന് റിപ്ലൈ തരാനും എനിക്ക് പുതിയ വീഡിയോസ് ഇടാനും പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിന് പുതിയതായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.